ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഃ. ആ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുകയും അദ്ദേഹത്തിൻ്റെ വൈഭവം എല്ലാം ഏറ്റുവാങ്ങുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും വിനീതമായ നമസ്കാരം. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, യോഗീശ്വരൻ്റെ പ്രസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ എനിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോയും ചെയ്യാൻ കഴിയില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അപ്പം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ യോഗീശ്വരൻ്റെ സാന്നിധ്യത്തിലും അദ്ദേഹത്തിൻ്റെ ഇൻഡ്യൂഷപ്രകാരവും ഞാൻ ഇവിടെ വന്ന് ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, കണ്ടതിന് ശേഷം ബാക്കി നമുക്ക് കുട്ടികളുടെ കളിപ്പാട്ടമല്ലത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും. അതല്പം വിലയുള്ള സാധനമാണ്, നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മുടെ വീഡിയോ കാണുന്ന പലരും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഗുരുജി എന്താ ഇപ്പോൾ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. ഇതുവരെ നമ്മൾ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് കാണുന്നവർ തീർച്ചയായിട്ടും അത്ഭുതപ്പെടും. നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾ. ഇത് നമ്മുടെ പ്രശസ്തനായ സിനിമാ നടൻ ജയനാണ്. ഇദ്ദേഹം നേവിയിലൊരു ഓഫീസറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ നമ്മൾ പരിചയപ്പെടുത്തണമല്ലോ. അതുകൊണ്ടാണ് ഈ പ്രശസ്തനായ ജയൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യമേ ഇട്ടത്. അപ്പം വളരെ നാളുകൾക്ക് മുമ്പ്, അതായത് നമ്മുടെ ഈ ഒരു യോഗീശ്വരൻ്റെ എനിക്ക് അനുഗ്രഹങ്ങളെല്ലാം കിട്ടിത്തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം മധ്യഭാഗമെന്ന് പറയാൻ പറ്റില്ല, അതിനോടനുബന്ധിച്ചൊരു ജില്ലയിൽ താമസിക്കുന്ന ഒരു ലേഡി എന്നെ ഒരു ദിവസം വിളിക്കുകയുണ്ടായി. ഒരു 10-11 മണി സമയമായിരിക്കാം. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറേ എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്നടത്താണ് താമസിക്കുന്നത്, എനിക്കൊരു കുട്ടിയുണ്ട്, എൻ്റെ ഹസ്ബൻഡിന് ഇതാണ് ജോലി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് വല്ലാത്തൊരു അനുഭവമാണ്, ഞാൻ അതിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്കിപ്പോൾ ഉറക്കമില്ല, ഒന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്ത് പറ്റി? അപ്പോൾ ആ ലേഡി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യത്തിൽ ഞാനും ഒരു നിമിഷം ഒന്ന് പകച്ചുപോയി എന്ന് വേണം പറയാം. കാരണം ഇന്നാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. കാരണം അന്ന് ഞാനൊന്ന് പകച്ചു. കാരണം അന്ന് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. യോഗീശ്വരൻ്റെ ആ ഒരു ചൈതന്യം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് പേരുമായിട്ടൊന്നും ഞാൻ കോണ്ടാക്റ്റ് ഇല്ലാത്തൊരു സമയം. അപ്പോൾ അന്ന് നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് പെട്ടെന്ന് ഞാനൊന്ന് വിറച്ചുപോയി. ആ ലേഡി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇനി നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ആ ലേഡി എന്നോട് പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വീട്ടമ്മ, കല്യാണം കഴിഞ്ഞൊരു വീട്ടമ്മയാണ് കേട്ടോ. അത് വീട്ടമ്മ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അവർ വളരെയധികം ആരാധിച്ചിരുന്ന ഒരു ആരാധനാ കഥാപാത്രമാണ് ഈ ജയൻ എന്ന് പറയുന്നത്. ആരാധനയാണേ, വേറൊന്നും ഇത് വിചാരിക്കുക, ആരാധന. ചിലർക്ക് തോന്നുന്ന ഒരു ആരാധന, അത് മാത്രമാണ്. അങ്ങനെ ആ ഒരു ആരാധനയുമായിട്ടെല്ലാം ഇങ്ങനെ പോകുന്ന സമയത്ത്, അപ്പോൾ അവരുടെ ഹസ്ബൻഡ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ നിങ്ങൾക്കറിയാം, രാവിലെ അതിന് ആഹാരമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അത് കിടന്ന് ഉറങ്ങും. ആ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ബാക്കിയുള്ള അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ആരൊക്കെ പറഞ്ഞ് കേട്ട ഒരു അറിവ് വെച്ചിട്ട് ഒരു പേനയെടുത്ത് ഒരു വെള്ള പേപ്പറിൽ ഇങ്ങനെ വെച്ചിട്ട്, ജയൻ ചേട്ടൻ എന്നാണ് അദ്ദേഹം വിളിപ്പം, ജയൻ ചേട്ടൻ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ എന്ന് പറഞ്ഞ് ഇവർ ആ പേന എടുത്ത് ഇങ്ങനെ ട്രൈ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം അവരിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇവർ പോലും അറിയാതെ ആ പേനയിൽ ഇങ്ങനെ റൈറ്റിങ് വന്നതാണ്, ഓട്ടോമാറ്റിക്കൽ റൈറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ. ഞാൻ യോഗീശ്വരൻ്റെ ബുക്ക് എഴുതിയത് അതേപോലെ. അപ്പോൾ അതിലിങ്ങനെ എഴുതി കാണിച്ചു, ജയൻ എന്നും പറഞ്ഞ് എഴുതി വന്നു. അപ്പോൾ ഈ അമ്മ ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിച്ചു കേട്ടോ. അയ്യോ ജയൻ. അപ്പോൾ നമ്മളൊരു ആരാധനാ കഥാപാത്രമായ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ആത്മാവ് നമ്മളുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ട്, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാനത് അനുഭവിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്കറിയാൻ പറ്റും ആ സമയത്തുള്ള നമ്മുടെ അനുഭവം എന്താണെന്നും അതിൻ്റെ ഇതെന്താണ്. അപ്പോൾ പെട്ടെന്ന് ഈ അമ്മ നോക്കുമ്പോൾ ജയൻ എന്ന് എഴുതി കാണിച്ചു. പിന്നെ നിരന്തരം ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടായി. ഇത് ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, ഇവരുള്ള ഡൗട്ടുകൾ അവരോട് ചോദിച്ചു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എഴുതി വന്നുകൊണ്ടിരുന്നു.
ഏകദേശം ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ എഴുത്തിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളുടെ ടൂൺ അങ്ങ് മാറി. കാരണം ഈ ലേഡിക്ക് ഇവരോട് തികച്ചും ഈ വ്യക്തിയോട് അല്ലെങ്കിൽ ഈ ജയൻ എന്ന് പറയുന്ന ആ ഒരു ആത്മാവിനോട് തികച്ചും ഒരു ആരാധന മാത്രമാണ്. പക്ഷേ ആ ആത്മാവ് പിന്നെ ഇവരോടുള്ള ലൈൻ അങ്ങ് മാറി. ഇവർ സംസാരം മീൻസ് എഴുത്ത് രീതികൾ അങ്ങ് മാറി. കുറച്ച് വൾഗറായിട്ടുള്ള കാര്യങ്ങൾ എഴുതി തുടങ്ങിയെന്ന ലേഡി എന്നോട് പറഞ്ഞത്. ഓപ്പണായിട്ടൊന്നും എന്നോടൊന്നും പറഞ്ഞില്ല. അത് പറയാൻ ചില പരിമിതികൾ പലർക്കും ഉണ്ടല്ലോ. ഞാനൊരാണല്ലേ, അപ്പം എന്നോട് സംസാരിക്കാൻ പല ലേഡീസിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. തീർച്ചയായിട്ടും അതുണ്ടാവും. നമ്മുടെ ഒരു ഇതങ്ങനെയാണ്, നമ്മുടെ ഒരു കൾച്ചർ അങ്ങനെയാണ്. അതാണ് നമ്മുടെ പറയുന്നത്. കേരളത്തിലുള്ള സ്ത്രീകളുടെയാണ് ഏറ്റവും നല്ല കൾച്ചർ എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഞാനത് ആരോടും ഞാനങ്ങനെ ഡീപ്പായിട്ട് ചോദിക്കാറുമില്ല. അവരെ പ്രൈവസിക്ക് നമ്മൾ മാനിക്കണം. ആരെയും പ്രൈവസി നമ്മൾ മാനിക്കണം. അപ്പോൾ ഞാൻ ഡീപ്പായിട്ടൊന്നും ചോദിക്കാറില്ല. എന്നോട് പറയുന്നവർക്ക് പറയാം. ഞാൻ ആ ഒരു മൈൻഡോട് കൂടി എടുക്കുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ എനിക്കിതെല്ലാം വെറും ഒരു അരമണിക്കൂറും 3/4 മണിക്കൂറുണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ നിന്ന് അതൊക്കെ അങ്ങ് പോകും. അങ്ങനെ അദ്ദേഹം മാച്ച് കളയും. കാരണം ഒരുപാട് കാര്യങ്ങൾ എന്നോട് പലരും പറയാറുണ്ട്. അതെല്ലാം എൻ്റെ ഹാർട്ട് ചക്രയിലാണ് വന്ന് അടിയുന്നത്. അപ്പോൾ അതെല്ലാം ബ്ലോക്കായി പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അത് ഹീൽ ചെയ്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും എൻ്റെ പ്രശ്നം എല്ലാവരെയും. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിച്ചു. അപ്പോൾ വൾഗറായിട്ട് മാറിയെന്നാണ് അവരെന്നോട് പറഞ്ഞത്. വളരെ വൾഗറായിട്ട് സെക്സ്വൽ രീതിയിൽ, വൾഗർ എന്ന് പറയുമ്പോൾ സെക്സ്വലായിട്ടുള്ള രീതിയിൽ ആ ആത്മാവിവരുമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് ഡൗട്ടായി. ഇവർ സ്വാഭാവികമായിട്ടൊന്ന് ഞെട്ടി. കാരണം നമ്മളാ ഒരു വളരെയധികം ആരാധിക്കുന്ന അല്ലെങ്കിൽ ആരാധനാ കഥാപാത്രമായ ഒരു വ്യക്തി പെട്ടെന്ന് ഒരു വേറൊരു ലൈനിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളായിരുന്നാലും ഒന്ന് പതച്ചു പോകും. ആ ഒരു അവസ്ഥയുള്ളവർ ഒന്ന് പതച്ചു, അല്ലാതെ ഒന്ന് പകർച്ച സംഭവിച്ചു, അല്ലാതെ ഒന്നായി. അപ്പോൾ ഇവർ പതുക്കെ ഇവർക്ക് പേടിയായി തുടങ്ങി. അപ്പോൾ വളരെ വൾഗറായിട്ടുള്ള കാര്യങ്ങൾ എഴുതി ചോദിച്ചു തുടങ്ങി. അതെങ്ങനെയാണ്, ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവർക്ക് അതിനുള്ള പലപ്പോഴും ആൻസർ പറയാൻ പറ്റിയിട്ടില്ല എന്ന്, അത്ര വൾഗറായിട്ടൊക്കെ എഴുത്തുകൾ വന്നു തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ പറയുന്നത് നമ്മളിങ്ങനെ പേന ഇങ്ങനെ വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി പേന ഇങ്ങനെ റൈറ്റിംഗ് ആകും. അപ്പോൾ ആരും ഇതിന് ഈ വീഡിയോ കാണുന്നവരൊന്നും വേണ്ടാത്ത കുരിശൊന്നെടുത്ത് വെക്കല്ലേ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള എനർജീസിനെയൊന്നും നിങ്ങൾ വിളിച്ചു വരുത്തരുത്. പലരും പറയുന്ന ഭൂമിയിൽ എനർജി ഇല്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ നിരീശ്വരവാദികൾ അതൊക്കെ പറയും. അവരെയൊന്നും ഇതൊന്നും ബാധിക്കാനും പോകുന്നില്ല. കാരണം ഈ വിശ്വാസം ഇല്ലാത്തവരടുത്തൊന്നും ഈ എനർജി പോകത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. വിശ്വാസമുള്ളവരടുത്ത് മാത്രമേ ഈ എനർജീസ് പോകത്തുള്ളൂ. ഒരു വിശ്വാസം ഇല്ലാത്തവരെ ഒന്നും ചെയ്തില്ല. കാരണം പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പോകാത്തത്. അപ്പോൾ ഈ 24-ൽ തന്നെ ഞാൻ പോയിരുന്നപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് വാദിച്ചു. എനർജി ഇല്ല, അത് വെറും തോന്നലാണ്, എന്നെയും രഞ്ജിതേനെയും ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. നമ്മളതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം അവരവരുടെ വിശ്വാസമാണ് അവരവർക്ക് വരുന്നത്. അതുപോലെ ഈ വ്യക്തിക്കും പിന്നെ അങ്ങ് പേടിയായി. സത്യം പറഞ്ഞാൽ അവരുടെ ഭർത്താവൊക്കെ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും. അദ്ദേഹം നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം പിന്നെ ഇവരെന്ത് ചെയ്തു, സ്വാഭാവികമായിട്ട് ഇതിൽ നിന്നും ഇങ്ങനെ മാറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും ഈ ആത്മാവ് വീണ്ടും വല്ല അറ്റാച്ച്മെൻ്റ് ആയി തുടങ്ങി. അതങ്ങനെയാണ്, ഒരു സെക്സ്വലായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ആരുമായിട്ട് തോന്നി തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഡീപ്ലി അവരുമായിട്ട് അങ്ങോട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിങ്ങനെ പോകും. അതുപോലെ തന്നെയാണ് ആത്മാവ് ഈ ലേഡിയുമായിട്ട് വീണ്ടും അടുത്തു തുടങ്ങി. അങ്ങനെ ഇവരൊരു ദിവസം ഈ ആത്മാവിനോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ ജയൻ അല്ല, ജയൻ ചേട്ടനല്ല, അതുറപ്പാണ്. അദ്ദേഹം ഇങ്ങനെയുള്ളൊരു ഭാഷയിൽ ഞാനുമായിട്ട് സംസാരിക്കില്ല, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് എഴുതി വരുന്നത്, ഞാൻ ജയനല്ല, ഉമ്മറാണെന്ന്. ഈ ലേഡി എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ഞെട്ടിപ്പോയി സാറേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ കുറച്ച് സമയത്തേക്ക് ഞാനിങ്ങനെ ഇരുന്നങ്ങ് വേർത്ത് പോയിരുന്നു. സത്യമല്ലേ? കാരണം പണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഉമ്മർ, TG രവി, പിന്നെ ബാലൻ കെ നായർ, ഇവരെല്ലാം എപ്പോഴും നമുക്കൊരു വല്ലാത്തൊരു ക്യാരക്ടേഴ്സാണ് അവർ നമുക്ക് നൽകിയിരിക്കുന്നത്. അതായത് അന്നത്തെ കാലത്ത് സിനിമാ ഫീൽഡിൽ നൽകിയിരിക്കുന്ന പണ്ടുള്ള കാലത്ത് പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നതും അല്ലെങ്കിൽ ഒരു പേടി കഥാപാത്രങ്ങളായിരുന്നു ഈ പറഞ്ഞ ആൾക്കാരെല്ലാം. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ ഈ ലേഡിയും പേടിച്ചു പോയി. പിന്നെ ഇവർ പതുക്കെ ആ ഒരു പേടിയായി തുടങ്ങി. പിന്നെ ഇവർ പേന എടുക്കാറായി. ആ സമയങ്ങളിൽ ഇവർ നാമം ജപിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും എഴുതാതെയൊക്കെ അവരങ്ങനെ ടോട്ടലി മാറി. അങ്ങനെയാണ് ഇവരെന്നെ വിളിക്കുന്നത്. പക്ഷേ ഇവർ ഞാനുമായിട്ട് സംസാരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതേ സെയിം വിഷയവുമായിട്ട് നമ്മൾ അബാക് മീഡിയയിലൊരു വീഡിയോസ് ഒരു സാർ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്കിന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഒരു ലേഡി തന്നെ അതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ചെയ്യണമെന്നുള്ളൊരു മൈൻഡില്ല. പക്ഷേ ഇന്ന് എനിക്ക് എന്തോ അത് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്തതാണ് ഈ വീഡിയോ. അദ്ദേഹം എന്തോ ഒരു കാര്യം കാണും തീർച്ചയായിട്ടും. ഈ ഒരു വീഡിയോ ആ ലേഡി കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവരെ വിളിച്ചിട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും എന്നൊന്ന് കോൺടാക്ട് ചെയ്യുക. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിൻ്റെ റിലേറ്റഡായിട്ട്. തീർച്ചയായിട്ടും എന്നൊന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേണ്ട. അതർവൈസ് നിങ്ങൾക്ക് ഇപ്പോഴും അത് ആരാണ് നിങ്ങളുമായിട്ട് സംസാരിച്ചെന്നുള്ള ഒരു ആൻസർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും
അതിനുള്ള മറുപടി യോഗീശ്വരൻ പറഞ്ഞു തരും, ഉറപ്പാണ്. അന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഒരു അവസരത്തിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെ എന്നെ വിളിച്ചില്ല. കാരണം എനിക്കപ്പോൾ മനസ്സിലായി ഈ ഒരു കാര്യവുമായി ഇവർ ഒരുപാട് പേരെ സമീപിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ടാണ് എന്നിൽ യോഗീശ്വരൻ അബാക് മീഡിയയിലെ വീഡിയോയെ തികച്ചും യാദൃച്ഛികമായിട്ടാണെങ്കിലും കാണിച്ചു തന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമ്മുടെ ഒരു വിശ്വാസമാണിതെല്ലാം. നമ്മൾ ഈ പല വള്ളത്തിൽ കാല് വയ്ക്കുന്നൊരു സ്വഭാവം നല്ലതല്ല. വിശ്വസിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു ശക്തിയിൽ വിശ്വസിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണമായ ആ ശക്തിയുടെ എനർജി എന്താണെന്ന് നമുക്ക് മനസ്സിലാവൂ. ആ എനർജിയുടെ വൈഭവം നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും പറ്റത്തുള്ളൂ. അതർവൈസ് നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ പല പല ആൾക്കാരെ അല്ലെങ്കിൽ പല പല ശക്തികളെയും ഇങ്ങനെ വിശ്വസിച്ചിരുന്ന പൂർണ്ണമായിട്ട് ആ ശക്തിക്ക് നമ്മളിലോട്ട് കടന്നു വരാൻ കഴിയില്ല. എല്ലാ എനർജിയും ഓരോരോ ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസി സെറ്റാവുന്നിടത്താണ് നമ്മുടെ വിജയം. അപ്പോൾ ഏത് എനർജി നമ്മളുമായിട്ട് കണക്റ്റ് ആയാലും ആ ഫ്രീക്വൻസി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്മൂത്ത്നെസ് ആയിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇത് ഉമ്മറാണോ അല്ലയോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു ഈ ലേഡിക്കുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന വേറൊരു ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളാരും ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോരുത്. ഈ ഓജ ബോർഡ്, ഈ ഓട്ടോമാറ്റിക്കൽ റൈറ്റിംഗ്, പിന്നെ പല പല ആത്മാക്കളെയും വിളിച്ചു വരുത്താൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ ഭയങ്കര പാടാണ്. ഏതൊരു ആത്മാവും വന്നു കഴിഞ്ഞാൽ നമ്മുടെ എനർജിയായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് പോകണമെങ്കിൽ ആ ആത്മാവ് വിചാരിക്കണം, അല്ലാതെ അതിന് പോകുന്ന കാര്യം വളരെ പാടാണ്. അല്ലെങ്കിൽ അത്രയും ദൈവികമായിട്ട് അല്ലെങ്കിൽ ഒരു സൂക്ഷ്മതലത്തിൽ നിൽക്കുന്ന ഒരു ആത്മാവ് ഈ ആത്മാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകണം. അപ്പം നമ്മുടെ ശമ്പാലയിൽ ഇപ്പം നമ്മൾ ബ്ലെസ്സിങ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ചിലവർക്ക് ഈ എനർജി പുറത്ത് വരാറുണ്ട്. ചിലവർ ആ ഉള്ളിലുള്ള എനർജി എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത് 3-4 ബ്ലെസ്സിങ് ചെയ്ത് നമ്മളതിനെ മാറ്റാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആധികാരികമായി നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ അനുഭവിച്ചറിയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ പൃഥ്വിങ്കര അമ്മയുടെ ഹോമം അവിടെ നടത്തുന്നുണ്ട്. ഈ മാസം 29-ാം തീയതി പൗർണമി ദിവസം നമ്മൾ പൃഥ്വിങ്കര അമ്മയുടെ ഹോമം ഇവിടെ നടത്തുന്നുണ്ട്. ഇവിടെ പൗർണമിയിൽ മാത്രമേ പൃഥ്വിങ്കര അമ്മയുടെ ഹോമമുള്ളൂ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ടുവന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും ഹോമം. ബാക്കിയുള്ളിടത്തെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ ബ്രാഹ്മൺസ് അല്ലെങ്കിൽ പണ്ഡിതന്മാരായിരിക്കും വന്ന് ഹോമം ചെയ്യുന്നത്. ലാസ്റ്റ് നിങ്ങൾ അതിലോട്ട് അർപ്പിക്കാനായിരിക്കും പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഓരോ ഹോമം നടക്കുമ്പോഴും നിങ്ങളുടെ അവിടെ ഇരുത്തി, ആ ഹോമകുണ്ടത്തിനടുത്ത് ഇരുത്തി ആ മന്ത്രങ്ങൾ ചൊല്ലി, അല്ലെങ്കിൽ ആ യോഗീശ്വരൻ പറഞ്ഞു തരുന്ന മന്ത്രങ്ങൾ ചൊല്ലി നിങ്ങളെ കൊണ്ട് തന്നെയാണ് അതിൽ ആ ഒരു സാധനങ്ങളെല്ലാം അർപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ഇവിടുത്തെ ഹോമത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ഹോമം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ മാസം 30-ാം തീയതി. അതിൻ്റെ റിസൾട്ട് വളരെയധികം പോസിറ്റീവ് റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. പലരും വിളിച്ച് പറഞ്ഞു നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്നും പല എനർജീസും ഒഴിഞ്ഞു പോയിട്ടുമുണ്ടെന്ന് മനസ്സിലായി. കാരണം ഈ പ്രത്യേകം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു എനർജി നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ അത് എന്തെങ്കിലും ഒരു നാശനഷ്ടം നമ്മളിൽ വരുത്താതെ പോകത്തില്ല. അത് പണ്ടുള്ള കാലത്തെ അത് പറയുന്നൊരു കാര്യമാണ്. അപ്പം അതിൻ്റേതായ നാശനഷ്ടങ്ങൾ 2-3 പേർക്ക് സംഭവിച്ചിട്ടുമുണ്ട്. ഈ എനർജി പോകുന്ന സമയത്ത് അത് ദേഷ്യം കാണിച്ചിട്ട് പോകുന്നതാണ്. അങ്ങനെയുള്ള എല്ലാം സംഭവിക്കാം. അത് നമ്മുടെ ഏറ്റവും വലിയൊരു ഡിവോട്ടിയുടെ വീടിനകത്ത് അദ്ദേഹം യോഗീശ്വരന് വിളക്കം വെച്ചിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് അദ്ദേഹം പറയുന്നത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ പടമുറി ഫുള്ള് കത്തി നശിച്ചു എന്നാണ് പറയുന്നത്. അത് പെട്ടെന്ന് അവിടെ എത്തിപ്പെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അതാരോ അദ്ദേഹത്തിനെ നയിച്ചുകൊണ്ട് പോയ ആളിനെ തിരിച്ചു കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം വീട് ഫുള്ള് കത്തി നശിച്ച് തീ വളരെ വ്യാപകമായിട്ട്, അതും വേറൊരു കൺട്രി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഈ പൃഥ്വിങ്കര ഹോമം ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെയും 1-2 പേര് എന്നോട് ഈ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ആ ഒരു ഹോമത്തിൻ്റെ ആ ഒരു ബലം കണ്ടു തുടങ്ങിയതാണ്. അപ്പം നമ്മൾ അത് എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് നമ്മൾ 29-ാം തീയതി പൃഥ്വിങ്കര ഹോമം നടത്തുന്നുണ്ട്. അല്ലാതെയും നമ്മളവിടെ പൃഥ്വിങ്കര ഹോമം നടത്താറുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു എനർജിയെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ ശരീരത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആ എനർജിയെ പുറത്ത് നമ്മൾ വിടുന്നത് ഈ പൃഥ്വിങ്കര ഹോമം നടത്തി അഗ്നിശുദ്ധി വരുത്തി ആ എനർജിയെ പ്യൂരിഫൈ ചെയ്താണ് അവിടെ നിന്ന് വിടുന്നത്. ശമ്പാലയിൽ ഒരു എനർജിയെയും നമ്മൾ ദ്രോഹിക്കാറില്ല കേട്ടോ. നമ്മളെല്ലാ എനർജിയെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനെ പ്യൂരിഫൈ ചെയ്താണ് അവിടെ നിന്ന് വിടുന്നത്. അത് ഒരിക്കലും ഒരു നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജിയായിട്ട് മാറ്റാനുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ശമ്പാലയിൽ നടക്കുന്നത്. അല്ലാതെ വേറെ ഒരു ആഭിചാരമോ കാര്യങ്ങളോ ഒന്നുമല്ല ശമ്പാലയിൽ നടക്കുന്നത്. ഇത് മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ എന്നിലൂടെ എഴുതിയ ഓട്ടോമാറ്റിക്കൽ റൈറ്റിങ്ങിന് എഴുതിയ പരലോക ദർശനം ശിവയോഗീശ്വരനിലൂടെ എന്നുള്ള ബുക്കാണ്. ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്, പരലോകത്തെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ 2ാമത്തെ ബുക്കും ഇതിൻ്റെ റിലേറ്റഡ് എഴുതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും അടുത്ത ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വാർഷികത്തിനായിരിക്കണം ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത് പക്ഷേ ഇതുവരെയും അത് പണിപ്പുരയിലാണ്, എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബുക്ക് പറഞ്ഞ ഇതും ഒരു ഓട്ടോമാറ്റിക്കൽ റൈറ്റിങ്ങിൻ്റെ ബുക്കാണ്. അതുകൊണ്ടാണ് ഈ ബുക്കിനെ ഇപ്പോൾ ഇവിടെ കാണിക്കുകയും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, അപ്പോൾ ആ ഒരു ലേഡിയിലുണ്ടായ ഒരു അനുഭവം, പച്ചയായ അനുഭവം ആ ഒരു അമ്മ എന്നിൽ പങ്കുവെച്ചപ്പോൾ ഇതിലെല്ലാം എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ ഈ വീഡിയോയിലൂടെ. അപ്പം എല്ലാവരും ഇത് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും നിങ്ങളെ പോയി ചാടരുത്. എനിക്ക് അത്രേ നിങ്ങളോട് പറയാനുള്ളൂ. എൻ്റെ ഡിവോട്ടീസിനോടല്ല എനിക്ക് അതേ പറയാനുള്ളൂ. ഇപ്പം മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ ആ ഒരു
വൈഭവം ഈ ലോകത്തിന് തന്നെ വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളിൽ വരുന്നുണ്ട്, ഒരുപാട് പേർക്ക് നന്മകൾ വരുന്നുണ്ട്, ഒരുപാട് പേർക്ക് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങളെല്ലാം ഒരുപാട് പേര് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ശക്തിയിലെ ഒരു വൈഭവം കാണിക്കുന്ന ഒരു രീതികളാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി. കാരണം ഒരുപാട് പേര് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ടുകൾ വന്നു തുടങ്ങി. അപ്പോൾ ആ ശക്തിയുടെ വൈഭവം ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചു തുടങ്ങി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ അതങ്ങനെ തന്നെ പോട്ടെ, എല്ലാവർക്കും നന്മ വരാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ എല്ലാവർക്കും നന്മ വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ ശമ്പാലയിൽ തന്നെ പലരും അതിനടുത്തുള്ള ആൾക്കാർക്കൊന്നും അതിൻ്റെ വൈഭവം അറിയില്ല. അവരിപ്പോഴും പല പല കുപ്രചാരങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോഴും അവിടെയല്ല, നമ്മളവിടെ ആഭിചാര കാര്യങ്ങളാണ് നടക്കുന്നത്, അവിടെ പ്രതിഷ്ഠ ചെയ്യുന്നവരവരെ തോന്നിയാസപ്രകാരം എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, യോഗീശ്വരൻ എന്താണോ പറയുന്നത് അത് മാത്രമാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. അദ്ദേഹം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്നോട് പറയുന്നുള്ളൂ എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം പ്രതിഷ്ഠ നടത്തിയത് ഞാനൊരു ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ മന്ത്രമോ തന്ത്രമോ വേദമോ ഒന്നും പഠിച്ചിട്ടില്ല. അദ്ദേഹം എന്നോട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ശ്രീനാരായണ ഗുരു പോലും അദ്ദേഹം ഒരു ബ്രാഹ്മണനോ കാര്യങ്ങളോ ഒന്നുമല്ല, അദ്ദേഹം എത്രയോ പ്രതിഷ്ഠകൾ എവിടെയൊക്കെ നടത്തിയിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളെല്ലാം ഇന്ന് എത്രയോ പവർഫുള്ളായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെയൊക്കെ തന്നെയാണ് അദ്ദേഹത്തിലുണ്ടായിരുന്ന ഒരു ചൈതന്യമാണ് ആ ശ്രീനാരായണ ഗുരുവിനെ കൊണ്ട് പല സ്ഥലങ്ങളിലും ആ പ്രതിഷ്ഠ നടത്താനുണ്ടാക്കിയ സാഹചര്യം. അതുപോലെ തന്നെയാണ് യോഗീശ്വരൻ എന്നിൽ വന്ന് പറയുന്നത് വെച്ചാൽ ഇത് ചെയ്യണം, ചെയ്തു. ബാണലിംഗം വേണമെന്ന് പറഞ്ഞു, ചെയ്തു. പൃഥ്വിങ്കര ദേവി വേണമെന്ന് പറഞ്ഞു, ചെയ്തു. വനദുർഗാമ്മ വേണമെന്ന് പറഞ്ഞു, ചെയ്തു. എല്ലാം അദ്ദേഹമാണ് വിചാരിക്കുന്നത്. അവിടെ ഉള്ള ഒരേ ഒരു പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ, ആ നാഗസന്യാസിമാർ ചെയ്തത് ആ കാശിൽ നിന്നും എനിക്ക് ലഭിച്ച ശിവലിംഗം. അത് അവർ ചെയ്തു. അതിന്നും നമ്മൾ അനക്കാതെ അതുപോലെ പവിത്രതയോടുകൂടി അതിനെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് എല്ലാവർക്കും ഉണ്ട്. എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ 7012768968. നിങ്ങൾക്ക് ഞാൻ കണക്റ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ യോഗീശ്വരനിൽ ചോദിക്കാനുള്ള കാര്യം, അല്ലെങ്കിൽ യോഗീശ്വരനിൽ നിങ്ങൾ എന്താണോ അറിയേണ്ട കാര്യം, അത് കറക്റ്റായിട്ട് എന്നിലോട്ട് അദ്ദേഹം ആ ഒരു മെസ്സേജ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ കണക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ തന്നെ. അല്ലാതെ ഞാൻ നിങ്ങളുടെ ഫോൺ എടുക്കാത്തല്ല, അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ സമയമാകുമ്പോൾ മാത്രമേ ഞാൻ കണക്റ്റ് ആവത്തുള്ളൂ. ഞാൻ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം എന്നിൽ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഞാനെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒന്നുമില്ലാതെ എല്ലാ കാര്യവും നമ്മൾ ഏതൊരു വിധ പൈസയോ കാര്യങ്ങളോ ഒന്നും ഇതിനു വേണ്ടി ആരിൽ നിന്നും വാങ്ങിക്കാറുമില്ല. ആരും അത് അയക്കുകയും വേണ്ട. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഗൂഗിൾ പേ അയക്കട്ടെ. ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഈ ഒരു നിങ്ങളുടെ കാര്യം നോക്കി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് 1 രൂപ പോലും ആരും അയക്കരുത്. എനിക്ക് എൻ്റെ ആവശ്യമില്ല. യോഗീശ്വരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പൈസ മേടിക്കാൻ പാടില്ല എന്ന്. എന്തായാലും ഈ ലോകത്തിന് തന്നെ നന്മ വരട്ടെ, ഈ പ്രപഞ്ചത്തിനെല്ലാം നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈഭവം ഇനിയും ഒരുപാട് മുന്നോട്ട് പോട്ടെ, എല്ലാവർക്കും നന്മകൾ പോയി ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഃ നമഃ നമഃ.